കോട്ടയം ജില്ലയിലെ കുറിഞ്ഞിക്കുമ്മൻ മലയുടെ അടിവാരത്തിലാണ് 400ഓളം വർഷം പഴക്കമുള്ള ഒരു തറവാടുള്ളത്. ഇപ്പോഴും മരിമക്കത്തായം നിലനിൽക്കുന്ന തറവാട്. കേരളത്തിലെ ചുരുക്കം ചില തറവാടുകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും മരിമക്കത്തായം നിലനിൽക്കുന്നത്. കുഴികണ്ടത്തിൽ രമേഷ് സാറാണ് ഇപ്പോൾ ഈ തറവാടിൻ്റെ കാരണവർ. നമുക്ക് കാണാം ഈ ഒരു തറവാടിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കുറിഞ്ഞി എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഇവിടെ വന്നതെന്നു വെച്ചാൽ നമ്മുടെ പണ്ട് കാലത്തെ ഏകദേശം 400 വർഷത്തോളം പഴക്കമുള്ള ഒരു തറവാടുണ്ട്. കുഴികണ്ടത്തിൽ രമേഷ് സാറിൻ്റെ തറവാടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാരണവരാണ് ആ ഒരു രമേഷ് സാറ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഈ ഒരു തറവാടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. നമുക്ക് കുറിഞ്ഞി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾക്കൊപ്പം തന്നെ ഈ ഒരു തറവാടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. കാരണം ഒരുപാട് തലമുറകൾ, ഏകദേശം 400ഓളം വർഷം പഴക്കമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ തന്നെ എത്ര തലമുറകൾ കൈമാറ്റം ചെയ്തു വന്ന തറവാടെന്നറിയോ. അപ്പോൾ നമുക്ക് ആ തറവാടിൻ്റെ കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. ബാ. മാവ് നിൽക്കുന്നുണ്ടോ? കയറി വരുമ്പോൾ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് മാവ്. നമ്മുടെയൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചില്ലേ, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീണാൽ. ബാക്കി ഞാൻ പാടുന്നില്ല കേട്ടോ, പാടാൻ അറിയാവുന്നവർ പാടിയാൽ മതി. എന്തായാലും അങ്ങനെ ഒരു മാവ് ഇവിടെ നിൽക്കുന്നുണ്ട്. രമേഷ് സാറിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ബാ. ഇപ്പം നമ്മളിരിക്കുന്നത് 400 വർഷം പഴക്കമുള്ള വീടിൻ്റെ അവിടെ കേട്ടോ. വീടിൻ്റെ കാരണവരാണ് ഇവിടെ എൻ്റെ അടുത്തിരിക്കുന്നത്. സാറിൻ്റെ പേരെങ്ങനെയാണ്? രമേഷ് എന്നാണ് പേര്. അപ്പോൾ സാർ നമ്മുടെ ഈ വീടിൻ്റെ ഇപ്പം എത്ര കാലമായി, എത്ര വർഷം പഴക്കം ഉണ്ടാവും നമ്മുടെ ഇവിടെ കാണുന്ന വീട്? ഇത് 400 വർഷം പഴക്കം, അതൊരു 180 വർഷം പഴക്കമുണ്ട്. 180 വർഷം പഴക്കമുണ്ട് അല്ലേ? നമ്മുടെ മുന്നിൽ കാണുന്നത് മാളിക. അത് ക്ഷേത്രം പണിതിന് ശേഷമാണ്. അതായത് ഈ കുറിഞ്ഞി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ കുടുംബത്തിലാണ്. അപ്പോൾ കുടുംബത്തിൽ ഒരു ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ 2 നില, അന്നത്തെ കാലത്തിൽ, ഇന്നതില്ല, 2 നില കെട്ടിടം പണിയണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന് മാത്രമേ പറ്റുള്ളൂ. ദേവന്റെ പിതൃസ്ഥാനമാണ്. അപ്പോൾ പിതൃസ്ഥാനത്തിലുള്ളവർക്ക് മാത്രമേ അന്ന് 2 നില കെട്ടിടം പണിയാൻ പാടുള്ളൂ. ഈ ഒരു കെട്ടിടത്തിന്റെ അകത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? അകത്ത് മുഴുവൻ അറയും നിരയുമാണ്. അന്ന് പണ്ട് കാലത്ത് ആൾക്കാർ കിടക്കുന്ന മുറികളൊന്നുമില്ല, ഇതിനകത്ത് ജനലുകളൊന്നുമില്ല. അപ്പം ഈ വായുസഞ്ചാരമൊക്കെ എങ്ങനെയാണ്? വായുസഞ്ചാരം ഒന്നുമില്ല. അത് ഈ നെല്ല് സൂക്ഷിക്കാനാണ്. നെല്ല് വിലപിടിപ്പുള്ള സ്വർണം അതുപോലുള്ള സാധനങ്ങൾ നിലവറയിൽ സൂക്ഷിക്കും. അത് നമ്മൾ സൂക്ഷിച്ചിട്ട് കാവൽക്കാരായിട്ടാണ് അന്ന് ഇവിടെ കിടക്കുകയുള്ളൂ. ഇവിടെ ഈ ഉമ്മർപടിയിൽ കിടക്കുകയുള്ളൂ. അകത്തല്ല അന്ന് ആൾക്കാർ കിടക്കുന്നത്. അന്നത്തെ സങ്കല്പം എന്ന് വെച്ചാൽ നമ്മൾ നിധി സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അന്ന് പട്ടിണിയാണ്. നെല്ല് കൃഷി ചെയ്താലേ ഉള്ളൂ. അതാരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയാൽ പോയി. അപ്പം അതുകൊണ്ട് നമ്മൾ നെല്ല് അറക്കകത്ത് ഇട്ട് അതിനുശേഷം ചുറ്റും ആൾക്കാർ കിടക്കുവാണ്. ആണല്ലേ? നമ്മുടെ ഈ മുന്നിൽ കാണുന്ന കിണറൊക്കെ ആ പഴയ കാലത്ത് കുത്തിയതാണോ അതെയോ? പഴയ കാലത്തുള്ളതാണ്. അതെ അല്ലേ? എല്ലാം പഴയ. ഏകദേശം മുത്തച്ഛൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ആ ഒരു സമയത്തുള്ള. എൻ്റെ അമ്മൂമ്മയുടെ അമ്മാവൻ അത്രയും വരും അല്ലേ? അത്രയും വരും. എൻ്റെ അമ്മയ്ക്ക് 78 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അമ്മയുടെ അമ്മ 80 വയസ്സായപ്പോഴാണ് മരിച്ചത്. ആ അമ്മയുടെ അമ്മ 80 വയസ്സായപ്പോഴാണ് മരിച്ചത്. ആ അമ്മയുടെ അമ്മാവനാണ് ഇതിന്റെ ഈ ക്ഷേത്രമൊക്കെ പണിതല്ലേ? ക്ഷേത്രം പണിതിട്ട് ഈ പറഞ്ഞ പോലെ 400 അല്ല, ക്ഷേത്രം ഒരു 300 വർഷം, 250 വർഷം. നമ്മുടെ ഇപ്പൊ ഈ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു പരിന്തിന്റെ ഒക്കെ ഒരു പ്രതിമ, അത് ഞാൻ പണിയിപ്പിച്ചു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണിയിച്ചു. അത് ക്ഷേത്രത്തിന് ഒരു കാണിക്ക വഞ്ചി വേണം. അപ്പൊ എല്ലായിടത്തും ഇല്ലാത്ത ഒരു പ്രത്യേകതയോടുകൂടി പണിയണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അപ്പൊ അങ്ങനെ ഗുരുവായൂരെ ഗരുഡനെ പോലെ ഒരു ഗരുഡൻ ഇവിടുത്തെ ശില്പി, ഇവിടെ കുറിഞ്ഞിയിലുള്ള ഒരാള് പയ്യൻ, പുള്ളിക്ക് പണിയണം എന്ന് പറഞ്ഞു. നമ്മുടെ ഈ വീടിരിക്കുന്ന സ്ഥലം എന്തോരം? 12 ഏക്കർ. 12 ഏക്കറിലല്ലേ വീടിരിക്കുന്നത്? നമുക്ക് ഈ വീട് വിൽക്കാനോ കൊടുക്കുവാനോ കടപ്പെടുത്തുവാനോ സ്വന്തം കടം കയറ്റുവാനോ പറ്റിയല്ലേ? ഒരു കാലത്തും 10,000 വർഷം കഴിഞ്ഞാലും ഈ ക്ഷേത്രവും ഈ കാവും ഈ കുടുംബവും ഇവിടെ കാണും. അങ്ങനെയല്ലേ? ഒരാൾക്കും വിൽക്കാൻ പറ്റും. എഴുതി വെച്ചേക്കാം. ഒരു കാരണവശാലും ആർക്കും ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇത്
ഇവിടുത്തെ കുടുംബം നടത്തിക്കൊള്ളണം, അമ്പലം നടത്തിക്കൊള്ളണം, കാര്യങ്ങൾ നടത്തിക്കൊള്ളണം. ഓ അങ്ങനെയല്ലേ. സാറിന് മക്കൾക്ക് അവകാശമില്ല ഇല്ല. പെങ്ങളുടെ മക്കൾക്കാണ് അവകാശം. ഇത് മരുമക്കത്തായ രീതിയിലാണ് നിലനിന്ന് പോകുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം നമ്മൾ അതിനു വേണ്ടി ഇപ്പം എവിടെ പോയാലും ഇപ്പോൾ കോടതിയിലൊന്നും പോയാലും നമുക്ക് അങ്ങനെ കിട്ടില്ല. പണ്ട് തൊട്ട് അങ്ങനെ എഴുതി വെച്ചങ്ങനെയാണല്ലേ. ഏതൊക്കെ നായർ തറവാട് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം എന്നേക്കും നിലനിൽക്കണം. അത് മാറ്റാൻ ആർക്കും അവകാശമില്ല. അത് എഴുതി വെച്ച ആള് തിരിച്ച് പുനർജനിച്ചു വന്നാലേ സാറിന്റെ പെങ്ങൾ ഇവിടെ അവരൊക്കെ പിന്നീട് വരും. അല്ലെങ്കിൽ അമ്മയ്ക്ക് 2 താവഴികളുണ്ട്. നമ്മുടെ കാലഘട്ടം കഴിയുമ്പോൾ അവരാരെങ്കിലും മൂത്തവർ വന്നിട്ട് ഇവിടെ താമസിക്കും. അപ്പൊ മക്കൾ ഇവിടുന്ന് സ്വാഭാവികമായിട്ടും മാറിക്കൊടുക്കും. ഓ പക്ഷെ അങ്ങനെ ഒരു സമ്പ്രദായം നിലനിൽക്കുന്ന തറവാടുകളൊക്കെ കേരളത്തിലെ ചുരുക്കമായിരിക്കും അല്ലേ? കേരളത്തിൽ വളരെ കുറവല്ലേ. വടക്കോട്ട് പിന്നെയുണ്ട് ഉണ്ടല്ലേ. കോട്ടക്കലായാലും ചില മരുമക്കത്തായ. ഓ അങ്ങനെയല്ലേ. ശരിക്കും നമുക്ക് അവകാശം ഇല്ലെങ്കിൽ പോലും നമുക്കിവിടെ താമസിച്ച് അങ്ങനെ ഒരു സമ്പ്രദായം പിന്തുടർന്ന് പോകുന്ന ആളുകളിൽ ഒരാളാണ്. അതിനാണ് ഈ ക്ഷേത്രം വെച്ചിരിക്കുന്നത്. നമ്മള് ക്ഷേത്രം നടത്തുക എന്നുള്ളത് നമ്മളുടെ ഒരു കർത്തവ്യമാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിന് ശേഷം ഈ മരുമക്കളാണ് വന്ന് ക്ഷേത്രം നടത്തുക. അത് അവര് നടത്തിക്കൊള്ളണം. അതാണ് അതിനകത്ത്. ഓ അങ്ങനെയല്ലേ. നമ്മൾ കണ്ടില്ലേ, ഇത് അറിയുന്നില്ലയെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് 150ഓളം വർഷം പഴക്കമുള്ള ഒരു തറവാട് അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. അതിൻ്റെ ഉള്ളിൽ സാറ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ജാതിക്ക ഉണങ്ങി വെച്ചാൽ കേട്ടോ. നമുക്ക് ഈ ഒരു തറവാടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. ബാ. അപ്പോൾ ഇതാണല്ലേ ഇതിൻ്റെ ഉൾവശം. ഇതിൻ്റെ മുകളിലോട്ടപ്പം നിലയുണ്ടല്ലേ. അപ്പോൾ ഇത് ഈ ഇരിക്കുന്നവരൊക്കെ ഇവരെല്ലാം നമ്മുടെ അപ്പൂപ്പന്മാരുടെ അമ്മയുടെ. ഇത് ശരിക്കും പടം വരച്ചു വെച്ചേക്കണേണോ? വരച്ചു വെച്ചേക്കുന്നല്ലേ. ഇപ്പം നമ്മൾ ഈ കാണുന്നതൊക്കെ നേരത്തെ കാരണവന്മാരാട്ടോ. മൺമറിഞ്ഞു പോയവരെ ചിത്രങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ആയിരിക്കണം. അതെ അല്ലേ. ഇനി നമ്മുടെ മേളിലോട്ട് കയറാനുള്ള ഒരു ഗോവണി അവിടെ ഉണ്ട്. ഇത് പഴയ കാലത്തെ അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 100 പേർക്ക് വന്നാലും ഭക്ഷണം കൊടുക്കണം എല്ലാ ദിവസവും. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അന്നദാനം ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. അന്ന് മാങ്ങാക്കറി ഇട്ടോണ്ടിരുന്ന ചീനഭരണികളാണ്. ചൈനയിൽ അന്നത്തെ കാലത്ത് നമുക്കിങ്ങനെ പൊക്കി ഉള്ളെന്ന് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും തടിയാണിത്. തടിയുണ്ടല്ലേ. ഞാനോടത്ത് മറ്റേ മൺപാത്രം പോലെയുള്ള തടിയായിട്ട് പണിതേക്കുന്നത്. അത് ക്ലേയാ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയാമോ? മാടമ്പി വിളക്കെന്ന് പറയും. മാടമ്പി വിളക്കല്ലേ. മാടമ്പി വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയി നമ്മൾ ഈ നെറ്റിയിൽ ഇങ്ങനെ ഈ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ആ നെറ്റി ഇങ്ങനെ ഇതേ തൊടിയിച്ച് സത്യം ചെയ്യുവാണ്, ഞാൻ ഇനി ഈ തെറ്റ് ചെയ്യില്ല. അതിനല്ലേ ഉപയോഗിക്കുന്ന വിളക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ചോണ്ടിരുന്ന കേട്ടോ. ഇപ്പൊ പറഞ്ഞില്ലേ സാറ്. ഇതുപോലെ ഈ കൃഷ്ണൻ, പണ്ട് കാലത്തെ കൃഷ്ണൻ എന്ന് പറയുന്നത് വ്യാളി മുഖത്തോടു കൂടിയുള്ള കൃഷ്ണനല്ലേ. മനസ്സിലായില്ലേ? നമ്മളിപ്പോ കാണുന്ന കൃഷ്ണൻ സോമനത്വമുള്ള കൃഷ്ണനല്ലേ. പണ്ട് കാലത്തെ നമ്മള് പഴയ അമ്പലങ്ങളിലൊക്കെ കാണുമ്പം ഒത്തിരി വ്യാളികൾ കാണാം. അപ്പൊ അതുപോലെയുള്ള ഒരു വ്യാളി മുഖത്തോടു കൂടിയുള്ള ഒരു കൃഷ്ണനല്ലേ. തറവാട്ടിലെ മണിച്ചിത്രത്താഴട്ടോ ഈ വെച്ചേക്കുന്നത്. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് തുറക്കുവാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഇതിങ്ങനെ ഉണ്ട്, അത് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശനമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേളിലോട്ട് കയറും കേട്ടോ, നിലയിലേക്ക്. കണ്ട പണ്ട് കാലത്തുള്ള ഗോവണിയാട്ടത്. നമ്മൾ മുകൾ ഭാഗത്തെ നിലയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ശരിക്കും സിമെൻ്റാ അല്ലേ? സിമെൻ്റാ. പണ്ട് കാലഘട്ടങ്ങളിലും സിമെന്റ്. അയ്യോ പൂച്ച. ഞാൻ പേടിച്ചു. പൂച്ചയായിരുന്നു. എത്ര കാലഘട്ടം, എത്ര കാലം കഴിഞ്ഞു പോയ
കഥയല്ലേ ഈ ഒരു തറവാടിന് പറയാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എനിക്ക് വേണം 3-4 തലമുറകൾക്കപ്പുറമാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രമാത്രം പഴക്കമുണ്ട് ഇവിടെയുള്ള എല്ലാം. ഇതൊക്കെ എനിക്ക് വേണം ഇതൊക്കെ പഴയ കാലത്തെ കസേരകളാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കസേരകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു സപ്രമഞ്ച കട്ടിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകണം ആ സാധനം എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇതിൻ്റെ ഇവിടെ ഉള്ള റൂമൊക്കെ ഉണ്ട്, ചെറിയ റൂമാണ്. അപ്പോൾ നമുക്ക് സപ്രമഞ്ച കട്ടിലിരിക്കുന്ന മുറിയിലേക്ക് പോകാം. ഓക്കെ സാർ, ഇതല്ലേ സപ്രമഞ്ചക്കട്ടിൽ എന്ന് പറയണേ? ഇത് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയേക്കണേ? നമ്മുടെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയില്ല. ഇത് പണ്ട് കാലം എത്ര വർഷം പഴക്കം ഉണ്ടാവും അപ്രോക്സിമേറ്റ്ലി? ഒരു 10-200 വർഷം, 200 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ഒരു കട്ടിലാട്ടോ അത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സപ്രമഞ്ചക്കട്ടിലൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് സംഭവം. ഇതൊക്കെ ഇപ്പോഴിതിൽ ആരും അങ്ങനെ കിടക്കാറുണ്ടോ? ഇല്ല അല്ലേ? ഒരു പ്രത്യേക രീതിയിലാട്ടോ പണിതേക്കണം. മേളിൽ കണ്ടോ ഇങ്ങനെ മുകളില് തുണിയിട്ട് മൂടും അല്ലേ? ഇത് ഫുള്ള് തുണിയിട്ട് ഇങ്ങനെ മൂടും. ഓ, അങ്ങനെ കിടക്കണല്ലേ? നമ്മൾ ഈ മഞ്ചലൊക്കെ കണ്ടില്ലേ? ഓക്കെ അതുപോലെ അല്ലേ? കഴിഞ്ഞാൽ ഒരു ജനലായിട്ടല്ലേ തോന്നുന്നു. ശരിക്കും ഒരു ജനൽ പോലെ തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ചെറിയൊരു അലമാരി പോലെ. അല്ല, പൈസയൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും അറിയാൻ പാടില്ല. ഓ, അതിനു വേണ്ടി പണിതേക്കണേ. ഇങ്ങനെ പല രഹസ്യറകളും ഈ വീടിൻ്റെ അകത്തുള്ളെല്ലാം ഉണ്ട്. എല്ലാം മണിച്ചിത്രത്താഴാണ് ഇവിടെ മൊത്തം. നമ്മൾ ഈ ഗോവണിയുടെ ഈ മേലോട്ട് കയറാനുണ്ടല്ലോ, ശരിക്കും ഒരു വാതിലൊക്കെ ഇവിടെ തന്നെ കേട്ടോ. ഈ വാതിലൊക്കെ തുറന്ന് നമുക്ക് കയറാൻ പറ്റില്ല, ഓടി ഒന്നും കയറാൻ പറ്റില്ല. തമിഴില്ല അതുകൊണ്ടോ? ഇതൊരു മാഞ്ഞു പോയിട്ടോ പാട്. കുഴികണ്ടത്തിൽ നിന്ന് തമിഴിലാണ് എഴുതിയേക്കുന്നത് കേട്ടോ. നമുക്ക് മേലോട്ട് ഇച്ചിരി മേലോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പലതുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കണ്ടല്ലോ, ഇവിടുത്തെ ഓടയിൽ 1865 എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇത് 1865, അതായത് ആ ഒരു സമയത്ത് വെച്ച ഓടുകളാണ് ഇപ്പോഴും ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ. എത്ര വർഷം പഴക്കമുള്ള ഓടാന്ന് നമുക്ക് നോക്കി. എന്നിട്ട് ആ ഓടിനൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഓടാണെങ്കിൽ എപ്പോൾ പൊട്ടിപ്പോയി എന്ന് ചോദിച്ചാൽ ഈ ഒരു അറയും നിലവറയും നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടുത്തെ അടുക്കളയൊക്കെ കേട്ടോ. ഇവിടെയുള്ള സാധനങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. പണ്ട് കാലത്ത് എങ്ങനെയാണോ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ രീതി വേണം ഇപ്പോഴും ചെയ്യാനല്ലേ. ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കുന്നത് കേട്ടോ. അതുപോലെ വടക്ക് കിഴക്ക് സർപ്പം, സർപ്പക്കാവ് അവിടെ ഉണ്ടല്ലേ? സർപ്പക്കാവുണ്ട്. നമുക്ക് ആ ഒരു പ്രദേശത്തോടൊക്കെ പോയി അവിടെയൊക്കെ പോയി കാണാം കേട്ടോ. ഒന്ന് കാണിച്ചു വിശ്വാസം നമ്മുടെ കിണറിൻ്റെ ഉള്ളൊന്ന് കാണിച്ച്. ആ താഴത്തോട് ചെറിയൊരു പാറ കേട്ടോ, എന്നാലും വെള്ളമാണ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പം ഇത്ര മേലിലായിട്ടും ഇവിടെ എല്ലാ ഭാഗത്തും വെള്ളമാണ് കേട്ടോ. ഇത് നമ്മുടെ സർപ്പക്കാവ് ഇവിടെയാണ്. ഇതും അന്നത്തെ കാലത്ത് പണിതിട്ടുള്ള അതേപോലെ തന്നെ ഓടും കാര്യങ്ങളൊക്കെ അത് തന്നെ കേട്ടോ വെച്ചാൽ ഞാൻ കാണിച്ചതല്ലേ, ഇങ്ങോട്ട് വർഷം കാണിച്ചതല്ലേ ആ ഒരു സമയത്തുള്ള എല്ലാം അതുപോലെ തന്നെ. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കരിങ്കല്ല് ഇങ്ങനെ വെട്ടി പാകിയിട്ടേക്കോ അല്ലേ? പാകിയിട്ടേക്കുന്നുണ്ട്. ഇത് ഫുള്ള് കരിങ്കല്ലാട്ടോ, നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു പീസ് കല്ല് നമുക്ക് പൊക്കാൻ പോലും പറ്റില്ല, അത്രമാത്രം വലിയ ഭാരമുള്ള കല്ലാണ്. നമ്മളൊക്കെ ഇപ്പൊ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് നോക്കില്ലേ, ആ ഗ്രാനൈറ്റിന്റെ ഒക്കെ ഒരു 10 ഇരട്ടി വെയിറ്റ് ഉണ്ടാവും. അന്നത്തെ കാലത്ത് കരിങ്കല്ല് കൊണ്ട് പണിതുകൊണ്ടാണ് ഇതൊന്നും പോവാതെ നിൽക്കുന്നത്. കാരണം അത്രമാത്രം കരവരുതാണ് അന്നത്തെ തച്ചന്മാർക്ക്. പെരുന്തച്ഛന്റെ കാലമൊക്കെ അല്ലേ അത്. നമ്മളിപ്പോൾ കുറിഞ്ഞിക്കാവ് വനദുർഗാലയം എന്ന് പറഞ്ഞ ക്ഷേത്രം കാവിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ മതി കേട്ടോ. നമ്മൾ തെങ്ങിൻ തോപ്പിന്റെ ഉള്ളിക്കിടെയാണ് നമ്മൾ പോയിക്കൊണ്ട്. ഏകദേശം 2.5 ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കാവ് ഇരിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ കുഴികണ്ടത്തിൽ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന കാവാട്ടോ. ഇവിടെയാണ് നമ്മൾ വർഷത്തിലെ മകന്നാളിൽ, മീനമാസത്തിലെ മകന്നാളിൽ ആണുങ്ങൾ താലപ്പൊലി എടുക്കുന്ന ഒരേ ഒരു കാവ്. അപ്പോൾ ഇവിടെ കുഴികണ്ടത്തിൽ കുടുംബ ട്രസ്റ്റ് കുറിഞ്ഞിക്കാവ് ദേവസ്വം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. കാരണം അവിടെ കുറേ ബോർഡുകളിൽ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കാവിൻ്റെതായ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് പാദരക്ഷകൾ വിട്ടിട്ട് നമുക്ക് ഈ ഒരു ചെറിയൊരു തോടാട്ടോ, ഇത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകണം. ഒരു പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് കുറിഞ്ഞിക്കാവ് എന്ന് വിശ്വസിച്ച് പോരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുനിയറകൾ ഈ കാവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ചിലത് മുനിശ്രേഷ്ഠന്മാർ താമസിച്ചിരുന്ന മുനിയറകളായും മറ്റു ചില കുറിഞ്ഞി കൂമ്പനിലേക്കുള്ള സഞ്ചാര ഗുഹകളായും വിശ്വസിച്ച് പോരുന്ന അന്തിമഹാകാളനാണ് ഐലക്ഷി വനദുർഗ
വെള്ളാം ഭഗവതി, ശാസ്താവ് എന്നീ മൂർത്തികൾ ഇവിടെയുണ്ട്. അടുത്ത വർഷം മീനമാസത്തിലെ മകം നാളിൽ ഇവിടെ വന്നാൽ ആണുങ്ങൾ താല കൊടുക്കുന്നത് കാണാൻ പറ്റും. ഞാനും അന്നേരം ഇവിടെ ഉണ്ടാവും. എല്ലാവർക്കും ഈ ഒരു തറവാടിൻ്റെയും കാവിൻ്റെയും ഒക്കെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ല കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.